Hello Maklay, welcome back to Interval. This is your HR Master from Interval. Your physics faculty ആണ്. Okay, so നമ്മൾ ഇന്ന് വന്നിട്ട് ക്രിസ്മസ് എക്സാമുമായിട്ട് റിലേറ്റഡ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. സോ വി ആർ ഗോയിങ് ഫോർ ദ ഗ്രാവിറ്റേഷൻ ടോപ്പിക്. ഓക്കെ, സോ പ്ലസ് വണ്ണിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടുതൽ ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അറൗണ്ട് 9 മാർക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് എക്സാം പേപ്പറിൽ, വിത്ത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റർ കൂടിയാണ്. ഒരുപാട് ഡെറിവേഷൻസ് ഇൻക്ലൂഡ് ചെയ്ത ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. സോ എന്തായാലും മിസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ കൂടിയാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്തോ ആക്സസ് ടു ഗ്രാവിറ്റി ഡെറിവേഷൻ ഡ്യൂ ടു ദ ഡെപ്ത് ഡ്യൂ ടു ദ ഹൈറ്റ് ചോദിക്കാറുണ്ട്. ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ടോ ചോദിക്കാറുണ്ട് അലോങ് ആയിട്ട്. ഓക്കെ, ഒരു 4 മാർക്സ് 5 മാർക്സ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ചില സമയത്ത് 3 മാർക്സ് സെക്ഷനിൽ എന്ത് ചെയ്യാറുണ്ടോ ഡെറിവേഷൻസ് വരാറുണ്ട്. ചിലപ്പോൾ ഒരു 2 മാർക്സിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് ഗ്രാവിറ്റേഷൻ വരുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു പൊട്ടൻഷ്യൽ എനർജിയുടെ കൺസിഡറേഷൻ വരുന്നുണ്ട്, വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെറിവേഷൻ എന്ത് ചെയ്യാനുണ്ട് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഡെറിവേഷൻസ് ഒക്കെ നോക്കണം, അതിൽ എന്തായാലും പഠിക്കേണ്ട ഡെറിവേഷനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഡെറിവേഷൻ എല്ലാം വിത്ത് എന്താണ് ഇക്വേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡു ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിൻ്റെ കേസാണ് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ 2 കേസുകൾ വരുന്നുണ്ടോ, ഡ്യൂ ടു ഹൈറ്റും ഉണ്ട്, ഡ്യൂ ടു ഡെപ്തും ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസിഡറേഷൻ വരുന്നുണ്ട്, ഡെപ്ത് ബേസ്ഡ് കൺസിഡറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ത് പഠിക്കണം, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടെന്ന് പഠിക്കാനുണ്ട്. ഈ ചാപ്റ്റർ ആക്ച്വലി തുടങ്ങുന്നത് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ബേസ് ചെയ്തിട്ടാണ്. Gf = gmm/r². എല്ലാവർക്കും ഫെമിലിയർ ആയിട്ട് ലോ ആണല്ലേ, യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചതാണോ, ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ, എന്താണ് ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. അത് തന്നെയാണ് ഈ ചാപ്റ്ററുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഏത് വരുന്നത്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന ടോപ്പിക്കൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഫോർ ദി കേസ് ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എച്ച് ഹൈറ്റ്. നമ്മളൊരു എച്ച് ഹൈറ്റ് കൺസിഡർ ചെയ്യുവാണ് എബവ് ദ സർഫസ് ഓഫ് എർത്ത്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മൾ എച്ച് ഹൈറ്റ് കൺസിഡർ ചെയ്ത് എന്തായിരിക്കും ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നത്. എന്താണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി, അതെന്താണ്, G = gm/r². ശരിയാണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ വേണം ഇവിടെ ആക്ച്വലി ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. G = gm/r² അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ അതിൻ്റെ പിക്ചർ വരയ്ക്കാം. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു എച്ച് ഹൈറ്റ് കൺസിഡർ ചെയ്തിട്ടുള്ള എന്തായിരിക്കും ജി വാല്യൂ എന്തായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എർത്ത് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, സോ അതിൻ്റെ റേഡിയസ് ആണ് എന്ത്, ആർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സർഫസ് ഇതാണ് സർഫസ്. അപ്പോൾ അതിൽ നിന്നൊരു എച്ച് കഴിഞ്ഞിട്ടാണ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എച്ച് എന്ന് പറയുന്നത്. ഇവിടെയാണ് പോയിന്റ് പി എന്ന് വിചാരിച്ചു, അവിടെയാണ് ബോഡി നിൽക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ കൺസിഡറേഷനിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു മാസ് എം എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള കൺസിഡറേഷൻ വരുന്നത് എന്തായിരിക്കും ഇക്വേഷൻ, G = gm/r² ആണെങ്കിലോ ഡിസ്റ്റൻസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ. അവിടെ അതിൻ്റെ മാസ് സെയിം ആണ്, അതേപോലെ തന്നെ ജി വാല്യൂ അവിടെ ജസ്റ്റ് ചേഞ്ച് ആവും. സോ ഇവിടെ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറും, r+h ആയിട്ട് മാറും അല്ലേ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് പോയിന്റ് പിയുടെ ഡിസ്റ്റൻസ് നോക്കി റേഡിയസ് ഓഫ് എർത്ത് പ്ലസ് ഹൈറ്റ്, നമ്മൾ എത്ര ഹൈറ്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതും കൂടെ എന്താവും ഇവിടെ മാറും. ഓക്കെ, അപ്പോൾ G ഡ്യൂ ടു h എന്തായിട്ട് പറയാം, gm/r എന്തായിട്ട് മാറും. r എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആക്ച്വലി, അതെന്താണ്, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ആക്ച്വലി റേഡിയസ് ഓഫ് എർത്ത് ആണെങ്കിൽ എന്താണ് അത്, ആറ് നമ്മൾ റേഡിയസ് ആയിട്ട് പറയും, അത് ഡിസ്റ്റൻസും കൂടിയാണ്. ഏത് ബോഡിയാണോ ആ ബോഡിയിൽ നിന്നുള്ള ആ എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതെന്തായിട്ട് കൺസിഡർ ചെയ്യാം, r+h, അതിൻ്റെ സ്ക്വയർ അല്ലേ, ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ gm/r+h² എന്ന് പറയും. ശരിയാണോ, അതാണ് ജി ഡ്യൂ ടു ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടോ, റേഡിയസ് ഓഫ് എർത്തും ആണ്, അതേപോലെ തന്നെ ആ ബോഡിയിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസും കൂടിയാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യുവാണ്, r² കോമൺ ആക്കി എടുക്കുവാണ്. ഓക്കെ, r² ഞാൻ പുറത്തോട്ട് കോമൺ ആക്കി എടുക്കുക, ഹാപ്പൻസ് GH = r² കോമൺ ആക്കി എടുക്കുന്നു, gm/, സംഭവിക്കും r² കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1+h/r² ആയിട്ട് മാറും. എന്നാൽ r² ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ അത് ക്യാൻസൽ ആയിട്ട് അതേപോലെ തന്നെ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ GH = എന്ന് പറയാം gm/r+r² × 1+h/r² എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഫോർ ദ കൺസിഡറേഷൻ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ ഈ ആളെ മുകളിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ റേസ് ടു സ്ക്വയർ എന്തായിട്ട് മാറും, റേസ് ടു -2 ആയിട്ട് മാറും. ശരിയല്ലേ. അപ്പോൾ GH = എന്ന് പറയാം gm/r², ആ മുകളിലോട്ട് പോകുമ്പോൾ 1+h/r
ഓൾ റേസ് ടു -2 ആയിട്ട് മാറും. ശരിയാണോ? ഓക്കെ ആണോ? സോ ഇക്വേഷൻ തന്നെ നമ്മൾ ഈ gm/r² എന്ന് പറഞ്ഞാൽ എന്താണ് ദാറ്റ് ഈസ് വാട്ട്, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ദ നോർമൽ g അല്ലേ. അപ്പോൾ gh is equal to എന്ത് പറയാം, gh is equal to g into 1 plus h/r all raised to -2 എന്ന് പറയാം. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ നമുക്ക് വേറെ രീതിയിലൂടെ എഴുതാൻ പറ്റും. അതാണ് gh is approximately is equal to g into 1 minus 2h/r എന്നും പറയാം. അപ്ലൈ നെഗ്ലേറ്റിംഗ് നമ്മൾ ബൈനോമിയൽ എക്സ്പ്രഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ച് നിർത്തി കഴിഞ്ഞാലും ഓക്കെയാണ്. അല്ലെങ്കിൽ ബൈനോമിയൽ എക്സ്പ്രഷൻ കൊടുത്തിട്ട് gh is equal to g into 1 minus 2h/r എന്ന് പഠിക്കാം. കാരണം പ്രോബ്ലം വരുന്ന സമയത്ത് രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡെറിവേഷൻ്റെ കേസുകൾ ഇവിടെ വന്ന് അവസാനിച്ചാലും മതി. ഓക്കെ, പക്ഷേ നിങ്ങൾ പ്രോബ്ലം ചിലപ്പോൾ ഹൈറ്റൊക്കെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു കേസ് വേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് ദ ആക്ഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫോർ ദി ഹൈറ്റ് കൺസിഡറേഷൻ. ഓക്കെ, നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡ്യൂ ടു ഡെപ്ത് കൺസിഡറേഷനിലോട്ടാണ് വരാൻ പോകുന്നത്. ആക്സലേഷൻ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഡെപ്ത്. ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഡി. അപ്പോൾ എർത്തിൻ്റെ ഉള്ളിലത്തെ കൺസിഡറേഷനാണ് വരാൻ പോകുന്നത്. ശരിയാണോ? അപ്പോൾ ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചു. ഇതാണ് എർത്ത്. എർത്തിൻ്റെ റേഡിയസ് നമ്മൾ 6 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോഡി വെക്കുന്നത് ഇതിനകത്താണ്. ഇതാണ് ബോഡി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് ഡെപ്ത്. ഇത്രയും ഡെപ്തിലാണ് ഞാൻ ബോഡി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോഡിയുടെ ഈ ഒരു സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ കൺസിഡർ ചെയ്ത സർക്കുലേഷൻ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും, ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെൻട്രൽ നിന്ന് ബോഡിയിലോട്ട് r-d ആയിരിക്കും. ശരിയാണോ? അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നു. ജിയുടെ ഇക്വേഷൻ എന്താണ് ആക്ച്വലി gm/r² ആണല്ലോ, അതവിടെ കൊടുക്കുന്നു. നൗ വാട്ട് വിൽ ഹാപ്പൻസ്, g ഡ്യൂ ടു ദ ഡെപ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ gm/r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബോഡിയിൽ നിന്ന് ആ സെൻട്രൽ നിന്ന് ബോഡിയിലോട്ട് ഡിസ്റ്റൻസ് എന്താണ്, r-d ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ r-d ഹോൾ സ്ക്വയർ. ശരിയാണോ? r-d ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് ഹിയർ വി ഹാവ് ടു അപ്ലൈ മറ്റൊരു കൺസിഡറേഷനോട് പറയുന്നുണ്ട്. അതായത് ഇവിടുത്തെ മാസ് ഓഫ് എർത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മാസ് ഓഫ് എർത്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മാസ് നമുക്ക് അറിയാം. ബേസിക് ഇക്വേഷൻ എന്താ, മാസിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. നമ്മുടെ വോളിയം മാസ് വോളിയം ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറയുന്ന പോലെ, ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറയുന്ന പോലെയാണെങ്കിൽ മാസ് എന്തായിരിക്കും, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആയിരിക്കും. ശരിയാണോ? ഇവിടെ ആക്ച്വലി എർത്തിൻ്റെ വോളിയം എന്താണ്, എർത്ത് ഒരു സ്ഫിയർ അല്ലേ. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും, 4/3 πr² ആണ്. റേഡിയസ് ആണ്, ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് അതിനെന്ത് എടുക്കുന്നു, ക്യൂബ് എടുക്കുന്നു ഇൻറ്റു. ഓക്കെ, 4/3 πr³ ആണ് വോളിയം എന്ന് പറയുന്നത്. സോ മാസ് ഓഫ് ദി എർത്ത് ഈസ് ഈക്വൽ ടു 4/3 πr³ ഇൻറ്റു റോ ഡെൻസിറ്റി എന്ന് കിട്ടും. ഇതാണ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 ഏതായിരുന്നു, നമ്മൾ ജിയുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 എന്ത് ചെയ്യണം, ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുക്കണം, ഇക്വേഷൻ നമ്പർ 2 നമ്മൾ കൊടുക്കണം. അതായത് ഇക്വേഷൻ നമ്പർ 1 എം കാണുന്നുണ്ടോ, ഈ എമ്മിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഇക്വേഷൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ g is equal to എന്ത് കിട്ടും, g is equal to എന്ത് കിട്ടും, g is equal to g/r² അവിടെ ഉണ്ട്. ദെൻ എമ്മിന് പകരം എന്ത് വരും, 4/3 πr³ റോ. മാസിന് പകരം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഇക്വേഷൻ കൊടുക്കും. ഓക്കെ, ഈ ഇക്വേഷൻ എന്ത് സംഭവിക്കും, അവിടെ r² r³ നോക്കി, r ക്യാൻസൽ ആയിട്ട് ഒരു r മാത്രം ബാക്കിയാവും. ശരിയാണ്? അപ്പോൾ g is equal to എന്ത് കിട്ടി, 4/3 πr⍴g എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാണ്, ഇതിലോട്ട് നമ്മൾ ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഡെപ്ത് കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട്, 4/3 π. ഇവിടുത്തെ r എന്താണ്, നമ്മൾ r എന്തായിട്ട് പറയും, ആ ഡെപ്ത് കൺസിഡറേഷൻ ഡിസ്റ്റൻസ് നമ്മൾ പറയും. ദാറ്റ് ഈസ് r-d ഇൻറ്റു ρg. ഓക്കെ, ദിസ് ഈസ് ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 4ഉം 3യും കൂടെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, എന്താണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അത് ആദ്യം എലക്ട്രിക്സ് മാത്രം കൺസിഡർ ചെയ്യാം, ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഡെപ്ത്. ഇക്വേഷൻ നമ്പർ 3യുടെ ഇതെന്താണ്, g ആണ്. ഓക്കെ, ആൻഡ് ദ RHS വി ആർ കൺസിഡറിങ് 4/3 π ഇൻറ്റു r-d ρg. ഓക്കെ, all divided by 4/3 π r⍴g. എല്ലാ ആളുകൾ ക്യാൻസലായി പോലെ 4/3 π 4/3 ρg എല്ലാം ക്യാൻസലായി. gd/g is equal to r-d/r എന്ന രീതിയിലോട്ട് കിട്ടും. അപ്പോൾ gd എന്തായിരിക്കും, ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഡെപ്തോ, g ഇൻറ്റു എന്തായിരിക്കും, d ആണ്. ഓക്കെ, r-d/r എന്ന രീതിയിലോട്ട് കിട്ടും. ശരിയാണോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ നമ്മൾ ആ r കോമൺ ആക്കി എടുക്കുകയാണെന്ന് വിചാരിച്ചു. കോമൺ ആക്കി എടുക്കുക എന്ന് പറയുമ്പോൾ വിത്തിൻ ദ ബ്രാക്കറ്റ് ആണ്. ഓക്കെ, ഇവിടെ r നമ്മൾ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് r/r - d/r ആയിട്ട് മാറും. ഇവിടെ ഞാൻ r കൊടുക്കുന്നു, ഇവിടെ r കൊടുക്കുന്നു, ഈ r സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ r/r എന്താണ്, 1 ആണ്. സോ 1 - d/r എന്ന രീതിയിലോട്ട് കിട്ടും. ഇതാണ് ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഡെപ്ത്
and that related the equation with the acceleration due to gravity of Earth action. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷനും ഡ്യൂ ടു ദ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണെന്നോ ഈ ഡെറിവേഷനും ഇത് ബേസിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. ഗ്രാവിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററും കൂടെയാണ്. ഓക്കെ, സോ ഇത് എന്തായാലും പഠിക്കണം. ഇതിന് കൂടെ എസ്കേപ്പ് വെലോസിറ്റി വരുന്നുണ്ട്, ചില സമയത്ത് ചോദിക്കാതിരിക്കാറുണ്ട്. എന്നാലും അത് പഠിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, അതും പഠിച്ചു പോകണം. ഓക്കെ, സോ ഇതാണ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും പഠിക്കാതെ എക്സാമിന് പോകരുത്. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ എക്സ്പെക്ട് ദ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് about gravitation. Okay, bye.